ഡോക്ടർ എൽസി ഉമ്മനിലേക്കാണ് പോകുന്നത്. ഡോക്ടർ, ഇവിടെ ഈ ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചതിന് ശേഷം പല മേഖലകളിൽപ്പെട്ട ആളുകളെ, പ്രത്യേകിച്ച് യുവ ഡോക്ടർമാർ, ഈ പോലീസ് സേനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഒക്കെ കുടുങ്ങിയ പശ്ചാത്തലമുണ്ട്. പക്ഷേ ഈ അധ്യാപകർ ഇതിൻ്റെ കണ്ണികളാകുന്നു എന്നതൊരു പക്ഷേ മലയാളികൾക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്തത് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് രണ്ട് ചെറുപ്പക്കാരായ അധ്യാപകർ, അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു കരിയർ ഗ്രോത്തിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. അവരാണ് ഈ ലഹരിയുടെ കണ്ണികളായി പ്രവർത്തിക്കുന്നത്. എന്തായിരിക്കാം ഈ അധ്യാപനം എന്നത്? ഒരു സമൂഹത്തിൽ ഏറ്റവും മാതൃകാപരമാകുന്ന ഒരു തൊഴിൽ, നമ്മളൊക്കെ ഏറ്റവും മൂല്യം നൽകുന്ന ഒരു തൊഴിൽ ആണല്ലോ അത്. അതിൻ്റെ ഭാഗമായവർ ഈ കണ്ണിയിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം ഭയപ്പെടുത്തുന്നുണ്ട്? എന്തുകൊണ്ടാകാം അത് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രൈം മാത്രമല്ല, അല്ലെങ്കിൽ ഇതൊരു നിയമപ്രശ്നം മാത്രമല്ല. ഇത് വിദ്യാഭ്യാസ മേഖലയിൽ ബാധിക്കുന്നത് നമ്മുടെ സാമൂഹിക ഒരു പ്രശ്നം തന്നെയാണ്. അങ്ങനെ വേണം ഇതിനെ കാണാനായിട്ട്. കാരണം ഒരു 3 വയസ്സ് 4 വയസ്സ് കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് ദി ടൈം ഒരു കുട്ടി സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ്. രാവിലെ 8 മണി മുതൽ, അല്ലെങ്കിൽ ചിലപ്പോൾ 7 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഏകദേശം ഒരു 14 വർഷത്തോളം സമയം, അതായത് പ്ലസ് ടു, പിന്നെ LKG UKG ഇതെല്ലാം കൂടെ കൂട്ടി ഒരു 14 വർഷം ഒരു കുട്ടി മെജോറിറ്റി ഓഫ് ദ ടൈം സ്പെൻഡ് ചെയ്യുന്ന കലാലയത്തിൽ ഈ തരത്തിലുള്ള അവരെ വാർത്തെടുക്കുന്ന, മോൾഡ് ചെയ്തെടുക്കുന്ന ആളുകളിൽ നിന്ന് തന്നെ ഇത്തരം കാര്യങ്ങൾ വരിക എന്ന് പറയുന്നത് വളരെയധികം ജാഗ്രതയോടെയും ഭയത്തോടെയും വേണം നമ്മളത് കാണാനായിട്ട്. അതിന് പല കാരണങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, വിശ്വാസ്യത നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാവും. കാരണം സ്കൂളിനെ വിശ്വസിച്ച്, അധ്യാപകരെ വിശ്വസിച്ചാണ് മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത്. അപ്പോൾ അവിടെ ഉള്ള ആളുകൾ തന്നെ ഇത്തരത്തിൽ കുട്ടികൾ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ള രീതിയിൽ പെരുമാറുന്ന ഒരു പശ്ചാത്തലം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വിശ്വാസ തകർച്ച വരുന്നു. തൽഫലമായിട്ട് മാതാപിതാക്കൾക്കാണെങ്കിലും കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഭയം വരുന്നു, നാളെ സ്കൂളിലോട്ട് വിട്ടാൽ എങ്ങനെയായിരിക്കും സ്ഥിതി എന്നുള്ളത്. രണ്ടാമത്തെ ഒരു വശം എന്ന് പറയുന്നത്, ഈ അധ്യാപകർ എന്ന് പറയുന്നത് റോൾ മോഡൽസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ്. മാതൃകാപരമായിട്ട് പെരുമാറുന്ന ആളുകളെന്ന് നമ്മൾ കണക്കാക്കുന്നതാണ്. അപ്പൊ ആ ഒരു റോൾ മോഡലിനാണ് തകർച്ച വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടികൾ ആരിൽ നിന്ന് പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലേക്ക് കുട്ടി എത്തിച്ചേരുന്നു. അത് തന്നെയല്ല, അനുകരണം കുട്ടികൾക്കുണ്ട്. അധ്യാപകർ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ കീ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു, അത് കുഴപ്പമില്ല, അത് നോർമലൈസ് ചെയ്ത് പോകാനുള്ള ഒരു സാധ്യത കുട്ടികളിലുണ്ട്. അപ്പൊ ഒരു തെറ്റ് അധ്യാപകർ ചെയ്താൽ പോലും ഇത് ടീച്ചർ ചെയ്തതല്ലേ, അതുകൊണ്ട് ഇത് ഓക്കെയാണ്, ഇത് അക്സെപ്റ്റബിൾ ആണ് എന്നുള്ള നിലയിൽ അതിനെ നോർമലൈസ് ചെയ്ത് പോകാനുള്ള ഒരു സാധ്യതയും കുട്ടികൾക്കുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിന് നാശം വിതയ്ക്കുന്നു എന്നുള്ളതിൽ സംശയമില്ല. പിന്നെ താങ്കൾ സൂചിപ്പിച്ച മറ്റൊരു കാര്യം, ഇപ്പൊ പണ്ട് കാലം എന്ന് പറഞ്ഞ ഒരു 40 വർഷം 50 വർഷം പഴയ പുറകോട്ട് പോയാലും അധ്യാപകർ എന്ന് പറയുന്നത് കുട്ടികളെ സ്വന്തം മക്കളെക്കാൾ ഉപരി സ്നേഹിച്ച്, ആ രീതിയിൽ കരുതി, അവർക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത് ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്ത ഒരു ചരിത്രം അധ്യാപനത്തിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷെ ഇപ്പോൾ അധ്യാപകർ എന്ന് പറയുന്നത്, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പക്ഷെ കുറച്ച് പേരെങ്കിലും അതിനെ ഒരു നിസ്സാരം തൊഴിലായി മാത്രം കണക്കാക്കുന്നവരുണ്ട്. ഒരു ജോലിയും കിട്ടാതെ വരുമ്പോൾ എന്നാൽ ഇതിന് പോയേക്കാം എന്ന് കരുതി അതിന്റെ മൂല്യമോ, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസോ, അതിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ താൻ വഹിക്കുന്ന റോളിന്റെ പരമമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമകൾ എന്താണ്, ഇതൊന്നും തിരിച്ചറിയാതെ തന്നെ സാധാരണ ഒരു തൊഴിൽ എന്ന മാതിരി, സാധാരണ ഒരു ജോലി എന്ന മാതിരി അതിനെ കണ്ടു പോകുക, ശമ്പളം വാങ്ങിക്കുക, അതിനപ്പുറത്തേക്ക് തനിക്കൊരു കർത്തവ്യവുമില്ല, തനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല, ഉത്തരവാദിത്വവും ഇല്ല എന്ന് കണക്കാക്കുന്ന ധാരാളം അധ്യാപകർ ഈ സമയത്തുണ്ട്. കാരണം അത് തൊഴിലില്ലായ്മ തന്നെ വലിയൊരു ഭാഗമാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട തൊഴിലിൽ പോകാൻ സാധിക്കാതെ വരുമ്പോൾ എന്നാൽ ഇതിനിങ്ങനെ പോയേക്കാം എന്നുള്ള തരത്തിൽ വരുന്നവരുണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല, അങ്ങനെ ധരിക്കരുത്. എന്റെ വാക്കുകളെ ആ രീതിയിൽ വേണം കാണാനായിട്ട്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു കുറഞ്ഞ ശതമാനം അധ്യാപകരിൽ മാത്രമല്ല, ഹെൽത്ത് സെക്ടറിൽ വരാം, ഡോക്ടേഴ്സിന്റെ ഇടയിൽ വരാം, നഴ്സസിന്റെ ഇടയിൽ വരാം, അല്ലെങ്കിൽ മറ്റു തുറകളിൽ സേവനം അനുഷ്ഠിക്കുന്നവരിൽ വരാം, രാഷ്ട്രീയക്കാരിൽ വരാം, ആരിൽ വേണമെങ്കിലും വരാം. പക്ഷേ പണ്ടത്തെക്കാൾ ഡോക്ടർ എൽസി ഉമ്മൻ, ഇവിടെ ഇതാ താങ്കൾ തന്നെ സൂചിപ്പിച്ചു, ഇതിന്റെ ഗണത്തിലേക്ക് ആരും വരാമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറെ നാളുകളായി ഇതൊക്കെ ഒരു സാമാന്യവൽക്കരിക്കപ്പെടുന്ന സാഹചര്യമുണ്ടോ? അതായത് നമ്മുടെ മുന്നിൽ നമ്മൾ ഏറെ ആരാധിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളൊക്കെ, അവരിൽ ചിലരെങ്കിലുമൊക്കെ ഇതിൽ പിടിക്കപ്പെട്ടതിന് ശേഷം അവരെയും ആഘോഷിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കൃത്യമായ കേസ് പോലും നിലനിൽക്കുന്നവരൊക്കെ വലിയ ക്യാമ്പയിനുകൾ നയിക്കുന്നത് പോലും കൗതുകത്തോടു കൂടി നോക്കേണ്ടി വരുന്നു. ഞാനിത് ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ തുറന്നു പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ കഴിഞ്ഞ ദിവസം പോലും ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ദൃശ്യമെന്നത്, ഇൻ്റർവ്യൂകളിലൂടെയൊക്കെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു യുവ നടൻ, അദ്ദേഹം ഒരു സ്റ്റേജ് പെർഫോമൻസിന് സ്റ്റേജിലേക്ക് കയറുമ്പോൾ ആദ്യം പറയുന്നത്, ഒരു ധൈര്യത്തിന് ഞാൻ 2 എണ്ണം അടിച്ചിട്ടുണ്ട് കേട്ടോ എന്നാണ്.
അത് പറയുമ്പോൾ ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പിന്തുണയും കയ്യടിയും ഒക്കെ ശരിക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് തോന്നും. ഇവർക്കൊക്കെ ഇത് വ്യക്തിപരമായി ഉപയോഗിക്കാം. അത് ഞാൻ ഉപയോഗിക്കുന്നു എന്നതിനെ ഒരു നേട്ടമായി, മെച്ചമായി പറഞ്ഞു പരത്തുന്ന ഒരു സാഹചര്യം, അവിടെയാണോ ഈ അധ്യാപകരും ഇതിൻ്റെ ഭാഗമായി മാറുന്നത്? തീർച്ചയായിട്ടും അത് തെറ്റായ ഒരു സന്ദേശം തന്നെയാണ് കൊടുക്കുന്നത്. ഞാനതാണ് സൂചിപ്പിച്ചത്. അത് അനുകരണം നമ്മുടെ സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് കുട്ടികൾ അനുകരിക്കാനൊരു സാധ്യത ഏറെയാണ്. അപ്പോൾ ഈ തരത്തിൽ റോൾ വഹിക്കുന്നവർ, അത് സെലിബ്രിറ്റി ആയിക്കോട്ടെ ആരായിക്കോട്ടെ, അവരിത് ചെയ്യുമ്പോൾ അതിനെ നോർമലൈസ് ചെയ്ത് കാണാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ യുവതലമുറയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും, പ്രത്യേകിച്ച് കുട്ടികൾക്കുണ്ടാകും. അപ്പൊ ഇത്തരത്തിലുള്ള തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കുന്നത് തന്നെ ശരിയല്ല. അതിന് തീർച്ചയായിട്ടും ദൃശ്യമാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാ ചാനൽസിനും അതിന്റെ ഉത്തരവാദിത്വമുണ്ട്. കാരണം ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ ഇത് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് എന്ന് ശക്തമായി തന്നെ പറഞ്ഞു വേണം അത് കൊടുക്കാനായിട്ട്. കൊടുത്തില്ലെങ്കിൽ ഏറെ നല്ലത്. അഥവാ കൊടുക്കുന്ന ഒരു സാഹചര്യം വന്നാൽ പോലും ഈ സന്ദേശം തെറ്റാണെന്നുള്ള വലിയൊരു അല്ല, അത് ഈ പലപ്പോഴും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അത് തെരഞ്ഞു പിടിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അതിനാണ് കാഴ്ചക്കാർ കൂടുതൽ, അതിനാണ് ആളുകൾ. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാനിതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ മക്കളെ എന്ന് ഒരു താരം വേദിയിൽ നിന്ന് പറയുമ്പോൾ അതിനെ ആർത്ത് കൈയടിക്കുകയാണ് ജനത. തീർച്ചയായിട്ടും അത് തന്നെയല്ല ഞാൻ ഒരു തവണ യൂസ് ചെയ്തുള്ളൂ, ഒന്ന് യൂസ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇതിന് മുൻപേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പാർട്ടിക്ക് കൊക്കൈനും അല്ലെങ്കിൽ MDMA ഒക്കെ നൽകുന്നത് പുതിയൊരു സംഭവമല്ല. ഈ തരത്തിലുള്ളത് ഒക്കെയും സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അതൊന്നും ശരിയായിട്ടുള്ള ഒരു സന്ദേശമേ അല്ല. അത് നമ്മള് ഉത്തരവാദിത്ത ബോധമുള്ള പൗരൻ എന്നുള്ള നിലയിൽ നമ്മൾ ഇത്തരം പോസ്റ്റ് കാണുമ്പോൾ നോട്ട് ഇൻട്രസ്റ്റഡ് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ആ തരത്തിൽ എല്ലാവരും നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ കാണുന്നത് കൊണ്ടല്ലേ ഇവർക്ക് വ്യൂവേഴ്സ് വർദ്ധിക്കുന്നത്. നമ്മളത് ക്ലിക്ക് ചെയ്ത് ഫോർവേഡ് ചെയ്യുന്നതുകൊണ്ടല്ലേ ഇവർക്ക് അത് വീണ്ടും വീണ്ടും പ്രോത്സാഹനമാവുന്നത്. അതിന് മോണിറ്ററി ഗെയിനും ഉണ്ടെന്ന് കൂട്ടും. അതൊരു പക്ഷെ മോണിറ്ററി ഗെയിനിന് വേണ്ടിയിട്ടായിരിക്കും ഇവർ പറയുന്നത്. ഇതിനകത്തൊന്നും യാതൊരു കഥയും ഉണ്ടാവണമെന്നുമില്ല. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട പൗരൻ എന്നുള്ള നിലയിൽ നോട്ട് ഇൻട്രസ്റ്റഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യുക, അങ്ങനെ പലര് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു അവർക്ക് തന്നെ അത് മനസ്സിലാകും. ഇത്തരത്തിലുള്ള പോസ്റ്റ് കൊടുത്താൽ അത് അധിക കാലം ഈ അരി ഇവിടെ വേവുകയില്ല എന്നുള്ള ഒരു തിരിച്ചറിവും കൂടെ അവർക്ക് വരും. തീർച്ചയായും ഞാൻ താങ്കൾ ഒരു മനഃശാസ്ത്രജ്ഞ ആയതുകൊണ്ടും താങ്കൾക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടുമാണ് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ലഭിച്ച ഒരു പ്രതികരണത്തിൽ ഒരു സഹപ്രവർത്തക, ഒരു ഉദ്യോഗസ്ഥ പറഞ്ഞത് ഇവർ രണ്ടുപേരും വിവാഹമോചിതരാണ്, അതുകൊണ്ട് അവർക്കിടയിൽ ഒരു പരസ്പര സൗഹൃദം ഉണ്ടായിരുന്നു, അവർക്ക് ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് പങ്കുവെക്കുന്നു എന്നതായിരിക്കാം അവർ പ്രതീക്ഷിച്ചത് എന്ന് പറയുമ്പോൾ പോലും അതിനെയൊക്കെ ഒരു കാരണമായി കാണേണ്ടതുണ്ടോ? ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇതിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ലഹരി മാത്രമാണ് ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, അതിപ്പോൾ വിവാഹമോചനമാകട്ടെ, മറ്റെന്തെങ്കിലും നഷ്ടങ്ങളാകട്ടെ, ഇതാണ് ഇതിൻ്റെ വഴിയിലേക്ക് നയിക്കുന്നത് എന്നത് ശരിയായി നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുമോ? പ്രത്യേകിച്ച് ഇവർ അധ്യാപകർ കൂടിയാണ്. ഒരിക്കലുമില്ല. ജീവിതത്തിൽ പ്രതിസന്ധി കടന്നു വരാത്തത് ആരാണുള്ളത്? ഒരു പക്ഷേ വിവാഹമോചനമോ അല്ലെങ്കിൽ പങ്കാളിയെ നഷ്ടപ്പെടുന്നതോ കുട്ടികളെ നഷ്ടപ്പെടുന്നതോ സാമ്പത്തിക നഷ്ടമോ തൊഴിൽ നഷ്ടമോ എന്തെല്ലാം പ്രതിസന്ധി ഒരു മനുഷ്യനിൽ കടന്നു വരും. അതിന്റെ അർത്ഥം ആ പ്രതിസന്ധിയുടെ പേര് ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതല്ല. ഒരു പ്രതിസന്ധിക്കും പരിഹാരം ലഹരി ഉപയോഗിക്കുക എന്നുള്ളതല്ല. പോട്ടെ, അവനവന്റെ ഒരു ആ സമയത്ത് നമ്മളൊരു ദുർബല നിമിഷത്തിൽ ലഹരി ഉപയോഗിച്ചെന്ന് വെക്കട്ടെ, ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. കാരണം പ്രതിസന്ധിക്ക് പരിഹാരം, സ്ട്രെസ്സിന് പരിഹാരം ഒരിക്കലും ലഹരിയല്ല. പക്ഷെ പോട്ടെ, അങ്ങനെ ആയിപ്പോയി എന്ന് കണ്ട് ഒരു ഡ്രഗ് പെഡലറായി മാറുകയല്ല വേണ്ടത്, മറ്റു കുട്ടികളെ കൂടെ വഴിതെറ്റിക്കുകയല്ല വേണ്ടത്. നമ്മുടെ സമൂഹത്തിൽ ഇത്തരം മൂല്യച്യുതികൾ സംഭവിപ്പിച്ച് അത് നമ്മുടെ സമൂഹത്തിന് നാശം വരുത്തുന്ന രീതിയിൽ അത്തരം കള വിതറുകയല്ല വേണ്ടത്. പ്രതിസന്ധി ഇതിനൊന്നും ഒരു ന്യായമല്ല, ഇതിനൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. പ്രതിസന്ധി എന്ന് പറയുന്നത് ആന്റി സോഷ്യൽ എലമെന്റ്സ്, സാമൂഹ്യ വിരുദ്ധർ അവരുടെ സാമൂഹ്യ വിരുദ്ധത പ്രചരിപ്പിക്കാനായിട്ട് എടുത്തു വയ്ക്കുന്ന ഒരു എക്സ്ക്യൂസ് മാത്രമാണ് ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെയധികം നന്ദി ഡോക്ടർ എൽസി ഉമ്മൻ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.